ഇന്നലെ കണ്ണൂരിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർ വാർത്തകളിലാണ്. ഇന്നലെ കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപകമായ പരിശോധനയ്ക്ക് DIG നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബോംബിന്റെ ഉറവിടം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ സംസ്കാരം ഇന്ന് നടക്കും. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുനിൽ, ഇന്നലെ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഒരു വയോധികൻ ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. അദ്ദേഹം തേങ്ങ പെറുക്കാൻ ഇറങ്ങിയതാണ് തുടങ്ങിയ തുടർ വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും വിശദമായി അന്വേഷിക്കണം. ഈ ബോംബ് എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആ മേഖലകളിൽ അത്തരം നിർമ്മാണ കേന്ദ്രങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണിത്. ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ജിൽസി, തലശ്ശേരി എരഞ്ഞോളിയിൽ വയോധികന്റെ ജീവനെടുത്ത ബോംബ് എങ്ങനെ ഇയാളൊഴിഞ്ഞ പറമ്പിലെത്തി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോലീസ് തേടുന്നത്. രണ്ട് സാധ്യതകളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒന്ന്, ഇതിന് സമീപ പ്രദേശമായ ന്യൂമാഹിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം BJP CPM സംഘർഷമുണ്ടായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് പ്രദേശത്ത് പോലീസിന്റെ വ്യാപകമായ തെരച്ചിലും നടന്നു. ഈ സമയത്ത് അവിടെ ഉപയോഗിക്കാനായി ഉണ്ടാക്കി വെച്ചിരുന്ന ബോംബുകൾ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് നീക്കുന്നതിൻ്റെ ഭാഗമായി ഈ എരഞ്ഞോളിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ എത്തിച്ചതാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ സ്ഥലത്ത് തന്നെ, ഈ പ്രദേശത്ത് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2 സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ ചിലർക്ക് പരിക്കേറ്റു. 9 പേർ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. അത് ഒരേ വിഭാഗത്തിൽപ്പെട്ട 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ്. ആ സംഘർഷത്തിന്റെ തുടർച്ചയായി ഉണ്ടാക്കി വെച്ച ബോംബുകളാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എങ്ങനെയൊക്കെ ആയാലും ആ ബോംബ് ആ സ്ഥലത്തെത്തിയത് 1-2 ദിവസങ്ങൾക്ക് മുമ്പായിരിക്കുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം 80-കാരനായ വേലായുധൻ എല്ലാ ദിവസവും തന്നെ തേങ്ങ ശേഖരിക്കുന്നതിനായി ഈ പറമ്പിലെത്താറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത്തരമൊരു ബോംബ് പിട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇന്നലെയാണ് ഈ ബോംബ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നതും അത് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വലിയ സ്ഫോടനം ഉണ്ടാവുകയും പിന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ മാത്രമായിരിക്കാം ആ ബോംബ് അവിടെ എത്തിച്ചിട്ടുണ്ടാവുക എന്നാണ് പോലീസിൻ്റെ ഒരു സംശയം. അതനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി ഈ ഭാഗത്തേക്ക് എത്തുന്ന 2 വഴികളുണ്ട്. ആ 2 വഴികളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. വീടുകളിലെ, സ്ഥാപനങ്ങളിലെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ ഈ പ്രദേശത്തൂടെ കടന്നുപോയ ആളുകൾ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ കടന്നുപോയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോലീസിനെതിരെ വലിയ വിമർശനം ഈ സംഭവത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം തെരച്ചിലുണ്ടാവുന്നു, വ്യാപകമായ പരിശോധന നടത്തുന്നു എന്നൊക്കെ പോലീസ് പറയുമ്പോഴും തുടർച്ചയായി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. നിരപരാധികളടക്കമുള്ള ആളുകൾ ഈ സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുടർക്കഥയായി മാറുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല, അല്ലെങ്കിൽ പരിശോധന കാര്യക്ഷമമല്ല എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് പോലീസിനെതിരെ ഉയരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്താൻ ഉത്തരമേഖല DIG ഒരു പ്രത്യേകമായി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നേരത്തെയും മറ്റും ബോംബുകൾ കണ്ടെടുത്തിട്ടുള്ള ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഈ വിഷയം നിയമസഭയിലെത്തുന്നുണ്ട്. പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഇന്ന് നൽകുക ഈ വിഷയമായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പെരാവൂർ MLA സണ്ണി ജോസഫ് ഈ വിഷയം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സഭയിലും ഈ വിഷയം ഇന്ന് ഉയർന്നു വരും. സ്വാഭാവികമായും എന്ത് നടപടിയെടുത്തുവെന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിയമസഭയിൽ വിശദീകരിക്കേണ്ടി വരും. ആ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ശക്തമായ നടപടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അല്ലെങ്കിൽ ഈ കുറ്റവാളികളെ കുറിച്ച്, ബോംബ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ച ആളുകളെ കുറിച്ചുള്ള എന്തെങ്കിലും അന്വേഷണ വിവരം കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. തീർച്ചയായും സുനിൽ, ആളൊഴിഞ്ഞ ഈ പറമ്പിൽ എങ്ങനെയാണ് ഈ ബോംബ് വന്നെത്തിയത് എന്നുള്ളൊരു അന്വേഷണമാണ്. അതുമായി ബന്ധപ്പെട്ട പരിസരവാസികളെ, അതുവഴി സഞ്ചരിച്ച ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ്. മാത്രമല്ല, ഈ വിഷയം ഇന്നിപ്പോൾ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യത, അടിയന്തര പ്രമേയമായി വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. വലിയ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സുനിൽ ഐസക്ക നൽകിയത്.